നമുക്കൊരു മൈക്ക് സെറ്റപ്പ് ചെയ്യാം. Hey guys, welcome back. Hello. Hi guys, welcome back to the vlog. ക്ലാരിറ്റി വാവാട്ടിക്ക് എന്താ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കമോൺ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ലെറ്റ്സ് ടോക്ക് എന്നുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് കിടക്കാം. അവിഹിതം, ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. ഓക്കെ, നോർമലി ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെഫറൻസ് ആയിട്ട് പല കാര്യങ്ങളും സെർച്ച് ചെയ്യും, പല കാര്യങ്ങളിലും ഞാൻ പോയിൻറ്റ്സൊക്കെ കളക്ട് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തോ എനിക്ക് പെട്ടെന്ന് എൻ്റെ ചുറ്റിലും ഗൈസ്, നിങ്ങൾ ഒന്ന് വിചാരിക്കണം, മനസ്സിലാക്കണം, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള എൻ്റെ ചുറ്റിലും ഞാൻ കാണുന്നത് അവിഹിതമാണ്. ഓർക്ക് അറിഞ്ഞുകൂടാ ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം. അത് ഒന്നോ രണ്ടോ അല്ല ഗൈസ്, കുറേ പേരാണ്. അത് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഈ ഒരു ചുറ്റുപാടിൽ എത്തിപ്പെട്ടതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുപോലെ ആയിരിക്കുമല്ലോ പലർക്കും പലരുടെ ലൈഫിലും വന്ന് പലതും കണ്ടുമുട്ടുന്നതും കേൾക്കുന്നതൊക്കെ. സോ എനിക്കെന്തോ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോയിൻ്റ് കളക്ട് ചെയ്യാണ്ടോ റെഫറൻസ് ഒന്നും ചെയ്യാണ്ട് എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കണം. എനിക്ക് എന്താണോ എൻ്റെ മനസ്സിനുള്ളിൽ എന്താണോ തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് പറയുമ്പം കുറച്ച് സങ്കടവും തോന്നലുണ്ട്, കുറച്ച് എന്തോ ഒരു വിഷമം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഞാൻ സർപ്രൈസ്ഡാണ്. ഈ ഒരു ഫീലിങ്സാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മദ്രസയിലെ ഉസ്താദോ അല്ലെങ്കിൽ ടീച്ചറോ ഒന്നും അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ബുദ്ധി പറഞ്ഞു തരാനായിട്ട് ഞാൻ ആരുമല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ഓരോരോ പറയാനുള്ള ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. ആ ഒരു അഭിപ്രായം ആണ് ഈ ഒരു ലെറ്റ്സ് ടോക്ക് എപ്പിസോഡിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അപ്പം അവിഹിതം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിഹിതം പല രീതിയിലാണ്. ഓക്കെ, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാവാം, ഇല്ലെങ്കിൽ ഇൻറ്റൻഷനലി ആവാം, ഇല്ലെങ്കിൽ മെയിനായിട്ട് ഈ ഒരു രണ്ട് കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് നമ്മളല്ല പലരെയും അവിഹിതത്തിലേക്ക് തള്ളിവിടുക. ഓക്കെ, സോ അവിഹിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു റിലേഷൻ അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കെ നമ്മൾ വേറൊരാളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വേറൊരാളെയും കൂടി ഇൻവൈറ്റ് ചെയ്യുക, കൂട്ടുക, അതും നമ്മുടെ പാർട്ട്നേഴ്സ് അറിയാണ്ട്, ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ അവിഹിതം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ അവിഹിതം എല്ലാവർക്കും അറിയാം, നല്ലതല്ല, ഹെൽത്തി അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലതല്ല. അതെല്ലാവർക്കും അറിയാമല്ലേ? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു സാധനം നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ദെൻ വൈ പീപ്പിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? മനസ്സിലാവുണ്ടോ? അതും ഹിഡൻ ആയിട്ട് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു, അറിയിക്കാണ്ട്, ആരെയും ദാവാണ്ട്. പല രീതിയിലാണ് ആൾക്കാർ അതിനെ കൊണ്ടുപോകുന്നത്. പലരും വൈഫുണ്ടായിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ചെയ്യുന്നവരുണ്ട്. ലൈക്ക് വേറൊരു കണക്ഷൻ വയ്ക്കുക, വേറെ ആളുടെ അടുത്ത് സുഖം തേടി പോവുക. ചിലപ്പോൾ ഫിസിക്കലായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എങ്കിൽ കൂടിയും ഫോണിലൂടെയുള്ള പല രീതിയിലുള്ള ചാറ്റിങ്, മെസ്സേജസുകൾ, വിളികൾ, വീഡിയോ കോളുകൾ, അങ്ങനെ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സീരിയസ്ലി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത് അറിയാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനായിട്ട് മുന്നോട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളോടൊരു ഫീലിങ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ പഴയ പോലെ ആൾ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബോധേഡല്ലാത്ത പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആളോട് കാര്യങ്ങളൊക്കെ പറയുക. ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ആളോട് കാര്യങ്ങൾ പറയാം. ബിക്കോസ് നിങ്ങളുടെ പാർട്ട്ണറാണ്. സോ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് കാര്യങ്ങൾ പറയാം. എനിക്കിങ്ങനെയാണ്, ഞാൻ വിചാരിക്കുന്ന പോലെയല്ല. അല്ലെങ്കിൽ പ്രേമിക്കുമ്പോൾ പല രീതിയിൽ പല ആൾക്കാർ കണ്ടിട്ടുണ്ട്.
പ്രേമിക്കുമ്പോൾ ഒരു മുഖം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മുഖം, അല്ലേ? ഒരുപാട് പേരുണ്ട് അങ്ങനെ. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം പറയുക. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചിലപ്പം എന്നെക്കൊണ്ട് പലത് ചെയ്യിപ്പിച്ചേക്കാം, എനിക്ക് ചതിക്കാനും പറ്റത്തില്ല, എന്നാലും എനിക്ക് അങ്ങനെ കൊണ്ടുപോകാനും പറ്റത്തില്ല എന്നുള്ള കാര്യം ഓപ്പണായിട്ട് പാർട്ട്ണർ എടുത്തിട്ട് പറഞ്ഞിട്ട് മാന്യമായിട്ട് പോവുക. കുഴപ്പമില്ല, നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ജെന്യൂനിറ്റി വേണം. സോ നമ്മളത് വിചാരിച്ചിട്ടെങ്കിലും എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോകാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. അല്ലാണ്ട് ഇത് തുടർന്നുകൊണ്ട് ഇപ്പുറത്തോടെ അതൊട്ടും ശരിയല്ല. ഒട്ടും ശരിയല്ലെന്ന് വെച്ചാൽ അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ ലൈഫ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണറുടെ ലൈഫും കൂടിയാണ് നമ്മൾ മിസ്യൂസ് ചെയ്തത്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അവരറിയുന്നില്ലെങ്കിലും നമുക്കറിയാം നമ്മൾ ചതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഇതാവുന്നുണ്ടെന്ന് അവർക്കറിയാം, ആ ചെയ്യുന്നവർക്കറിയാം. സോ എന്തുകൊണ്ട് അതാണ് നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യേണ്ട ഒരു കാര്യം. സോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റിലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവർക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവരെന്താ ഫേസ് ചെയ്യുന്നത്, അവരുടെ ജീവിതം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ബ്രേക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുക, എന്നിട്ട് വേറെ വല്ല റിലേഷനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് എല്ലാവരുടെയും ജീവിതം കൊളാക്കാണ്ടിരിക്കുക. ഓക്കെ, സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് കല്യാണം കഴിച്ചവർ മാത്രമല്ല, ഇപ്പോൾ പ്രപ്പോസൽ ചെയ്തവർ വേറൊരാളുമായിട്ട് വേറൊരുത്തിയുമായിട്ട് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കാനൂത്ത് അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞുറപ്പിക്കലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉറപ്പിച്ചവർ വേറെ ആൾക്കാരോടൊക്കെ പോവുക. അല്ലെങ്കിൽ ഇപ്പം എൻഗേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞുറപ്പിക്കുകയെന്ന് പറയുമ്പോൾ വേറെ റിലേഷൻ കൊണ്ടുപോകുമ്പോൾ ചിലർ പറയും, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ, അതുവരെ നമുക്ക് എന്തും ആവാം എന്നുള്ളൊരു ലൈസൻസ് അല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ ജീവിതം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പം അതിലെന്ത് യുക്തിയാണുള്ളത്? ജീവിതത്തിലൊരു വേണ്ടേ? എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫിൽ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് വയ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടം, നല്ലൊരു ജെന്യൂനായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറയാം, എനിക്കിന്ന പോലെയാണ്, പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മൂപ്പർക്ക് എന്താ തോന്നുന്നതെന്ന് മൂപ്പരും പറയുന്നത് നമ്മൾ കേൾക്കുക. അങ്ങനെ മ്യൂച്വലായിട്ട് കൈ പിടിച്ച് പിരിയാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് വെറുതെ ഒരാളുടെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് വൈഫ് ഇപ്പോൾ അടുത്തുണ്ടാവില്ല, അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും കാര്യത്താൽ ജോലിയോ പഠിത്തമോ എന്തിനൊക്കെ ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ പുറത്താണ്, അല്ലെങ്കിൽ വേറെയാണ് 2 പേർ താമസിക്കുന്നത്. അങ്ങനത്തെ കേസിലും സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് അടുത്തുള്ള ആൾക്കാരെ അവിഹിതത്തിൽ ഏർപ്പെടുക. ഇതൊക്കെ എങ്ങനെ സഹായിക്കുന്നേ? മനസ്സിലാവുന്നില്ല, എനിക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവണില്ല. പക്ഷെ കേൾക്കുമ്പം ഭയങ്കര ഒക്വേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. മാക്സിമം ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും അവിഹിതത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നന്നായി ഇതാവണം എന്നൊന്നും പറഞ്ഞാൽ ചെയ്യുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു യുക്തി ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ടാക്കിയെടുക്കുക. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു എത്തിക്സ് ഉണ്ട്. ആ ഒരു എത്തിക്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതന്നെ, ഈ അവിഹിതം ചുറ്റിലും അവിഹിതമാണ് ഗൈസ്. ഈ അവിഹിതിക്കുന്നവർക്ക് എന്ത് തേങ്ങയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഫ് യു ഗൈസ് നിങ്ങൾ അവിഹിതത്തിൽ ഏർപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിഹിതത്തിലാണെന്നൊന്നും പറയണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം അവിഹിതിച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടാം, അതൊന്ന് പറയൂ. അവിഹിതിക്കാത്തവർക്കും പറയാം, അവിഹിതിക്കുന്നവർക്കും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. സോ നിങ്ങൾക്കറിയാം അവിഹിതിച്ചാൽ ഇങ്ങനെ കിട്ടും, ഇതൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയൂ.
ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചതാണ്, അത്രേ ഉള്ളൂ. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ പാർട്ട്ണറിനെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇട്ടേച്ച് പോവുക, അന്തസ്സുണ്ട് അതിനൊക്കെ. അല്ലാണ്ട് അതിനെയും പിടിച്ച് ഇങ്ങനെയും പിടിച്ച് എന്തുവാടെ ഇതൊക്കെ. സോ വേറൊരു കാര്യം കൂടി ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം. എൻ്റെ ചുറ്റിൽ നിൽക്കുന്നവർക്ക് പലർക്കും ഒരു ധാരണ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ നമ്മളെ കാണാൻ പൊട്ടന്മാരാണെന്ന്. ഗൈസ്, അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമ്മളും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ചുറ്റിലുള്ളത് ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ എല്ലാം ഒരു സീരീസ് കാണുന്ന കണക്കെ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന കണക്കിലേ ഞാനിങ്ങനെ കണ്ടു പോകത്തേ ഉള്ളൂ. എപ്പോൾ വരെ അതെന്നിൽ എഫക്റ്റ് ആവുന്നത് വരെ, അതുവരെ ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എനിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ എൻ്റെ റിയാക്ഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് അത് എന്നെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴാണ്. അതുവരെ എനിക്ക് താല്പര്യം ഉണ്ടായിക്കൊണ്ടല്ല, നമ്മളായിട്ടൊരു പ്രശ്നം ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ അതെങ്ങനെ തിരിച്ചെന്നെ കൊത്തുന്നു എന്ന് ഒരിക്കൽ പാഠം കിട്ടിയതാണ്. അതെന്ന് വെച്ചാൽ അതൊക്കെ ചെറിയ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് സീരിയസ് ആണ്. സോ സീരിയസ് ആണ് ഗൈസ്, സീരിയസ് ആണ്. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റി, നിങ്ങളെ ഒന്ന് ഇതാക്കുക. എനിക്കത്ര പറയാനുള്ളൂ ആ ഒരു കാര്യത്തെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പലരോട് പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനൊക്കെ ഇൻഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അത് പറഞ്ഞാലേ അതിനേക്കാളും വലിയ പ്രശ്നമാവും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ എന്നെ ആയിരിക്കും തിരിച്ചിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാൽ ഞാനായിരിക്കും പിന്നെ പ്രശ്നക്കാരിയായിട്ട് ഞാൻ വരിക. സോ അതുകൊണ്ടാണ് എനിക്കിത് റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ പറയണ്ടെന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മനസ്സിലാവുണ്ടോ? എത്രത്തോളം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ ഞാൻ വിചാരിച്ചു 2 വാക്ക് സംസാരിക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെഫറൻസ് എടുക്കാണ്ട്, പ്രത്യേകിച്ചൊന്നും ഞാൻ നോക്കാണ്ട് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ പറയാമെന്നുള്ള രീതിയിൽ. ചിലപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ബിക്കോസ് ഞാനൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഒരു കാര്യം നോക്കാണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അത്രേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും അവിഹിതത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവിഹിതം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഭയങ്കര പ്രശ്നമാണ് ഗൈസ്, അത് നല്ല പ്രശ്നമാണ്. പ്രശ്നങ്ങളാവുമ്പം ആദ്യം തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നല്ല സുഖമുള്ള പരിപാടിയായിട്ടൊക്കെ തോന്നാം. പക്ഷെ അത് പിടിക്കപ്പെട്ടാൽ വല്ല ടെറർ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ന്യൂസ് പോലെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും. മനസ്സിലാവുണ്ടോ? സോ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ സുരക്ഷിതമാക്കുക, നല്ല മനോഹരമായ ജീവിതമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. കുട്ടികളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് തോന്നുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലൂടെ ലെറ്റ്സ് ടോക്ക് എന്ന എപ്പിസോഡിൽ ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതിനെക്കുറിച്ചെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ അതിൽ എൻ്റെ അഭിപ്രായം എന്തെന്നറിയണം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ഉറപ്പായിട്ടും അതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നതായിരിക്കും. റിയാക്ഷൻ അല്ലെങ്കിൽ കൂടിയും എൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഞാനവിടെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ ഇന്നെനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രേ സംസാരിക്കാൻ തോന്നിയിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് വേറെ വല്ലതും എനിക്ക് സംസാരിക്കുകയാണെങ്കിൽ, പുതിയ അപ്ഡേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.